എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നുള്ള അസർടൈൻമെൻറ്റ് ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലെ പ്രൊവിഷൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജൂൺ 24 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ സമയത്ത് എന്ത് ചെയ്യുക, ഒന്നുകൂടെ വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർ പ്രൊവിഷനും അനാലിസിസ് കൺക്ലൂഷനൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നുള്ള ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിലെ സ്യൂട്ട് ഫോർ ഡാമേജസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്നുള്ള ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്ഷൻ 73 ആൻഡ് ബ്രീച്ച് എന്താണ്, അതുപോലെ തന്നെ സ്യൂട്ട് ഫോർ ഡാമേജസിലെ ബാക്കി പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ആ പ്രൊവിഷൻ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള കൺക്ലൂഷൻസ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനീസ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ അറ്റംപ്റ്റിൽ ഒരു മെയിൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ സെപ്റ്റംബർ 24 ചോദിച്ചിട്ടുള്ള കമ്പനീസ് ആക്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എത്ര മാർക്സിൻ്റെ, ഏതാണ് പ്രൊവിഷൻ വരുന്നത്, എങ്ങനെയാണ് ആൻസർ വരേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കിന്ന് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ വെൽക്കം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. സോ എൻ്റെ കൂടെ നിങ്ങളും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഓക്കെ, അപ്പം 4 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. യെസ്, അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് റിക്വയർമെൻ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് എന്താണ് ഫൈനൽ നമ്മൾ ആൻസറായിട്ട് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടാണ് പറയുന്നത്. റെഫറിങ് ടു ദി പ്രൊവിഷൻസ് ഓഫ് റെഫറിങ് ടു ദി ഡോക്ട്രീൻ ഓഫ് അൾട്രാ വയർസ് അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ അൾട്രാ വയർസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് റിക്വയർമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. Under the Act, Companies Act 2013, examine the validity of decision of the company denying repayment of the loan and explore the remedy, if any, available to the bank for recovery of the loan. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ കഥ മനസ്സിലായി അല്ലേ. അപ്പം ഇവിടെ കമ്പനി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ ഡിസിഷൻ്റെ വാലിഡിറ്റി എന്താണ്, ആൻഡ് ബാങ്കിന് എന്തെങ്കിലും ലോൺ റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ നമ്മൾ അതും സജസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺക്ലൂഷനായിട്ട് കൊടുക്കേണ്ടത്. വാലിഡിറ്റി ഓഫ് ദി ഡിസിഷൻ ഓഫ് ദ കമ്പനി ആൻഡ് അതിനെന്തെങ്കിലും റെമഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ റിക്വയർമെൻറ്റ് മനസ്സിലായല്ലോ. JV Limited borrowed a secured loan of ₹5 crore from Star Bank Limited. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ആരൊക്കെയാണ് 2 പാർട്ടീസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെൻ എത്ര രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത്, 5 crore rupees ആണ് ലോൺ എടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. However, the borrowing powers of the company under its memorandum of association were restricted to ₹1 crore. ഓക്കെ, ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അവരുടെ ബോറോയിങ് പവർ MOAയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 crore, അപ് ടു 1 crore മാത്രമേ അവർക്ക് ബോറോ ചെയ്യാനുള്ള അതോറിറ്റി പവർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരിപ്പോൾ എടുത്തിട്ടുള്ള ലോൺ എമൗണ്ട് എത്രയാണ്, 5 crore ആണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബോറോയിങ് പവർ എത്രയാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ മനസ്സിലായവർക്ക് മനസ്സിലായി, മനസ്സിലാകാത്തവർക്ക് വീഡിയോയുടെ എൻഡിൽ മനസ്സിലാവും. ഓക്കെ, ദെൻ ദ ബാങ്ക് റിലീസ്ഡ് ദ ലോൺ എമൗണ്ട് ഇൻ 2 ഇൻസ്റ്റാൾമെൻറ്റ്. 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് 1 crore ഒരു ഇൻസ്റ്റാൾമെൻറ്റും അതുപോലെ തന്നെ 4 crore ഒരു ഇൻസ്റ്റാൾമെൻറ്റും. ഓൺ ദ ഡ്യൂ ഡേറ്റ് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺ, ദ കമ്പനി റിഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ ലയബിലിറ്റി ഓഫ് ₹5 crore. എന്തിൻ്റെ ബേസിലാണ്, ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ ബൊറോയിങ് വാസ് അൾട്രാ വയർസ് ദ കമ്പനി.
ഈ ഒരു കാരണം കൊണ്ട് അൾട്രാ വയർസ് ട്രാൻസാക്ഷൻസ് വോയിഡ് ആണ് എന്നുള്ള ഒരു റീസൺ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 5 crore ലയബിലിറ്റി ഡിനൈ ചെയ്തു ഇപ്പോൾ റീപേയ്മെൻറ്റിൻ്റെ സമയത്ത്. സോ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് അവരെന്ത് ചെയ്തു, അത് ഡിനൈ ചെയ്തു. സോ ഇവിടെ നമ്മളുടെ വാലിഡിറ്റി ഓഫ് ഡിസിഷൻ ഓഫ് ദ കമ്പനി എക്സാമിൻ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞില്ലേ. സോ എന്തായിരുന്നു കമ്പനിയുടെ ഡിസിഷൻ? ടു ഡിനൈ ദ ലയബിലിറ്റി വിച്ച് ഇസ് ബിയോണ്ട് ദ പവേഴ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, and the company's books of account shows that company has utilized the loan amount of rupees 3 crore എന്തിനു വേണ്ടിയിട്ട്, ലോഫുൾ ഡെറ്റ്സിന് വേണ്ടിയിട്ട് 3 crore എന്ത് ചെയ്തു, ലോഫുൾ ഡെറ്റ്സിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തു. 5 crore അവർ ലോൺ എമൗണ്ട് ആയിട്ട് ബോറോ ചെയ്തു, അതിൽ 3 crore ലോഫുൾ ഡെറ്റ്സ് റീപേ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തു. റിമൈനിങ് 2 crore ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ഡിസിഷൻ ഓഫ് ദ കമ്പനി ഡിനൈങ് ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ആൻഡ് എക്സ്പ്ലോർ ദ റെമഡി ഇഫ് എനി അവൈലബിൾ ടു ദ ബാങ്ക്. എന്തിനു വേണ്ടിയിട്ട്, ലോൺ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊവിഷൻസ് എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഇനി പ്രൊവിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ 4 മാർക്സിന് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ ഒരു സമ്മറി പോലെ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. വായിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കൂടെ വേണം എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അയ്യോ എനിക്ക് ആൻസർ അറിയില്ലയോ എന്നൊരു ടെൻഷൻ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ചെറിയൊരു സമ്മറി പോലെയും കൂടെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ആ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ, അതിൽ ഏത് കൺസെപ്റ്റ് ആണ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യനിൽ ശരിക്കുമുള്ള പ്രശ്നം എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന റിക്വയർമെൻറ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കമ്പനീസ് ആക്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ദെൻ ഇതിൻ്റെ എന്താ പറയുക, ഏതാണ് തിയറി അല്ലെങ്കിൽ ഏതാണ് കൺസെപ്റ്റ് എന്നുള്ളത് നമ്മുടെ റിക്വയർമെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് ആണ് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. എന്തായിരുന്നു കോൺഫ്ലിക്റ്റ്, ആ ഒരു ലയബിലിറ്റി ഫോർ ദാറ്റ് ലോൺ അൾട്രാ വയർസ് ട്രാൻസാക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അതിൻ്റെ ലയബിലിറ്റി ഡിനൈ ചെയ്തു, കമ്പനി ഡിനൈ ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ കോൺഫ്ലിക്റ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അത് തന്നെ മനസ്സിലാക്കിയത് അല്ലേ. നമ്മൾ ഈ കമ്പനിയുടെ ഡിസിഷന് എന്ത് ചെയ്യണം, അതിൻ്റെ വാലിഡിറ്റിയാണ് എക്സാമിൻ ചെയ്യേണ്ടത്. ആൻഡ് റെമഡിയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ബാങ്കിന് എന്ത് റെമഡിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റിക്കവറി ഓഫ് ലോണിന് വേണ്ടിയിട്ട് എന്ത് റെമഡിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് റിക്വയർമെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മറി ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ലോൺ എമൗണ്ട് എത്രയായിരുന്നു, 5 crore rupees ആയിരുന്നു. 1 crore and 4 crore 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. MOAയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എത്രയായിരുന്നു, MOAയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബോറോയിങ് പവർ എന്ന് പറയുന്നത് 1 crore മാത്രമായിരുന്നു അല്ലേ. ആൻഡ് ഈ ലോൺ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, 3 crore ലോഫുൾ ഡെറ്റ്സിന് വേണ്ടിയിട്ടും 2 crore അൺട്രേസബിൾ ആയിട്ടുമാണ് നമുക്ക് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് മനസ്സിലാവുന്നത്. കമ്പനിയുടെ ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഇനി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല. അൾട്രാ വയർസ് ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മേൽ ബൈൻഡിങ് അല്ല, നോട്ട് ബൈൻഡിങ് ഓൺ കമ്പനി എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു വാദം. അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ പറയണം. ആൻഡ് ഇനി ബാങ്കിന് എന്ത് റെമഡിയാണ് എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, അൾട്രാ വയർസ് ട്രാൻസാക്ഷൻ ആണ് എന്നാണ് പറയുന്നത്. ബിയോണ്ട് ദ പവർ എവിടെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, MOAയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, MOAയുടെ പ്രത്യേകത എന്താണ്, MOA AOA രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം എന്താണ്, ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് മാറും. ഈ പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡർ കമ്പനിയായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കമ്പനിയുടെ MOA ആൻഡ് AOA അറിഞ്ഞിരിക്കണം. കമ്പനി അതിൽ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം കമ്പനിയായിട്ട് ഡീല് ചെയ്യാൻ എന്നുള്ളതാണ് ഈ പബ്ലിക് ഡോക്യുമെൻറ്റിൻ്റെ ഒരു നേച്ചർ, അല്ലെങ്കിൽ ആ ഒരു രീതി അങ്ങനെയാണ് അല്ലേ. അപ്പോൾ MOAയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ 1 crore ബോറോയിങ് പവർ ബാങ്ക് നേരത്തെ അറിയണമായിരുന്നു എന്നല്ലേ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ, ഈ ലോൺ എമൗണ്ട് റിക്കവറി ചെയ്യാൻ നമ്മുടെ സ്റ്റാർ ബാങ്ക് ലിമിറ്റഡിന് വേറെ റെമഡി ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളത്? അല്ല, പാർഷ്യലി കറക്റ്റ് ആയിട്ടേ ഉള്ളൂ.
ഇത് ശരിയാണ്, ഈ റൂള് ശരിയാണ്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയസ് ആണ്, ബിയോണ്ട് ദ പവർ ആണ്. അൾട്രാ മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള പവർ ബാങ്ക് അറിഞ്ഞിരിക്കണമായിരുന്നു. ഇതൊക്കെ ശരിയാണ്. ഇനി കുറച്ച് കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ സമ്മറി എഴുതിയപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ഈ ലോൺ എമൗണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിൽ നമ്മൾ എഴുതിയിരുന്നത് 3 crore എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലോഫുൾ ഡെറ്റിന് വേണ്ടിയിട്ടായിരുന്നു അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി, അതായത് ഒരു സമത്വത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഈവൻ ദോ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അൾട്രാ വയസ് ആയിരുന്നു എങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഉണ്ട് എങ്കിൽ ലെൻഡറിന് എന്ത് ചെയ്യുക? അത് റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. ഇത്രയും നേരം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, doctrine of ultra vires. Doctrine of ultra vires. Meaning എന്താണ്? Beyond their powers. അതുകൊണ്ട് തന്നെ അതിന്റെ എഫക്റ്റ് എന്താണ്? Thus it is void and not binding on company. ദെൻ നമ്മൾ പറഞ്ഞത് നമ്മുടെ മെമ്മോറാണ്ടത്തിന്റെ എഫക്റ്റ് ആണ്. MOA എന്താണ്? MOA ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഔട്ട്സൈഡർ ഡീലിംഗ് വിത്ത് കമ്പനി assumed are supposed to know the MOA. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയുടെ കാര്യമാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയത് എന്തായിരുന്നു? ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഓൺ അൾട്രാ വയസ് ട്രാൻസാക്ഷൻ, the company get benefited, then what? Then the lender can recover. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്ന കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊവിഷൻ എന്ത് ചെയ്യേണ്ടത്? ഫ്രെയിം ചെയ്യേണ്ടത്. ആ കേസ് സമ്മറി തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമ്മുടെ അനാലിസിസ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അനാലിസിസ് പാർട്ടിൽ വരേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഒരു കേസ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, കേസ് സമ്മറി എന്നുള്ളൊരു ഹെഡിങ് മായ്ച്ചു കളഞ്ഞാൽ നമ്മുടെ അനാലിസിസ് ആയി. അനാലിസിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമായി. ഈ ഒരു പ്രൊവിഷൻ്റെയും അനാലിസിസിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കൺക്ലൂഷൻ ഫ്രെയിം ചെയ്യാൻ പോകണം. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് നോക്കാം. എക്സാമിൻ ദ വാലിഡിറ്റി ഓഫ് ഡിസിഷൻ ഓഫ് ദ കമ്പനി. എന്തായിരുന്നു കമ്പനിയുടെ ഡിസിഷൻ? 5 crore ലയബിലിറ്റി ഡിനൈ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ കമ്പനിയുടെ ഡിസിഷൻ. ഇവിടെ പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറോയിങ് പവർ അപ് ടു 1 crore ആണ്. അപ്പോൾ 2 ഇൻസ്റ്റാൾമെൻറ്റിലല്ലേ കൊടുത്തിട്ടുള്ളത്? 2 ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുത്തിട്ടുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 1 crore-ൻ്റെയാണ്. അപ്പോൾ ആ ഒരു 1 crore ബോറോയിങ് പവർ ഉള്ള ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡിനൈ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇൻ എനി വേ കമ്പനിക്ക് കിട്ടുന്നുണ്ടാവില്ല. ഈ ഒരു 4 crore ലയബിലിറ്റി എന്ത് ചെയ്യാം? ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയർസ് ഇവർക്ക് ഡിനൈ ചെയ്യാം. സോ അത് നമുക്ക് ഫസ്റ്റ് ഫ്രെയിം ചെയ്യാം. ഫസ്റ്റ് ഉള്ള അവരുടെ വാലിഡിറ്റി, അവരുടെ ആ ഒരു ഡിസിഷൻ്റെ വാലിഡിറ്റി മെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഹെൻസ് JV ലിമിറ്റഡ്, കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ട് എഴുതാം. JV ലിമിറ്റഡ് ക്യാൻ ഡിനൈ the liability of rupees 4 crore as it is beyond the borrowing power. Okay, beyond the borrowing power. That is in excess of rupees 1 crore എത്രയായിരുന്നു അത് അവർക്ക് ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്നുള്ളത്. ആ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയുടെ ബേസിൽ ഈ 3 crore ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ 3 crore ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ലോഫുൾ ഡെറ്റ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ഈ 3 crore തിരിച്ചെടുക്കാനായിട്ട് ബാങ്കിന് പറ്റുമെന്നുള്ളതല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. സോ ആ ഒരു പോയിന്റും കൂടെ നമ്മളിവിടെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ആൻഡ് ഇവിടെ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ, നമ്മൾ പ്രൊവിഷൻ പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട്? ഇക്വിറ്റി, ദ കമ്പനി JV ലിമിറ്റഡ് എന്ന് ബ്രാക്കറ്റ് കൊടുക്കാം. ദ കമ്പനി ഹാവ് യൂട്ടിലൈസ്ഡ് ദ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്?
ഫോർ പേയിങ് വാട്ട് ലോഫുൾ ഡെറ്റ്സ്. ഓക്കെ, ലോഫുൾ ഡെറ്റ്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ദ കമ്പനി JV ലിമിറ്റഡ് ഹാവ് യൂട്ടിലൈസ്ഡ് ദ amount for paying lawful debts up to എത്ര റുപ്പീസ് ആണ്, റുപ്പീസ് 3 crore. നമുക്കൊരു ബ്രാക്കറ്റിൽ കൊടുക്കാം. Therefore ബാങ്ക് ക്യാൻ റിക്കവർ, നമ്മളോട് റിക്വയർമെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാങ്കിന് ഇന്ന് എനി വേ ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു 3 crore എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ക്യാൻ റിക്കവർ ദ സെയിം ഫ്രം JV ലിമിറ്റഡ്. ഓക്കെ, ദെൻ ആൻഡ് ഈ 2 crore കേസ് എന്താണ്, അൺട്രേസബിൾ ആയതുകൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു റെമഡി ഒന്നും ബാങ്കിന് അവൈലബിൾ അല്ല. ആൻഡ് ഫോർ റിമൈനിങ് 2 crore as it is untraceable cannot be recovered. Okay, so yes, നമ്മുടെ പ്രൊവിഷനായി, അനാലിസിസ് ആയി, കൺക്ലൂഷനുമായി. യെസ്, സോ എന്താണ് 3 crore ഇൻ എനി വേ അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. കമ്പനിയുടെ ഡിസിഷനിൽ വാലിഡ് ആയിട്ടുള്ളത് എത്രയാണ്, 4 crore ലയബിലിറ്റി ഡിനൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. ഒരു 1 crore ലയബിലിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഡിനൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ബാങ്കിന് ഉള്ള റെമഡി എന്ന് പറയുന്നത് 3 crore ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേയിങ് ഓഫ് ലീഗൽ അല്ലെങ്കിൽ ലോഫുൾ ഡെറ്റ്സ് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. 2 crore എനിവേ നോക്കുക വേണ്ട, പോയി. ഓക്കെ, അത്രയുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 4 മാർക്സിനുള്ള നമ്മുടെ ആൻസർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടത്. അതുകൊണ്ട് തന്നെ 4 മാർക്സിന് എങ്ങനെയായിരിക്കും നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് എന്നുള്ളതും ഓൾമോസ്റ്റ് അറിയായിരിക്കുമല്ലോ. കൂടുതലും മാർക്സ് നമുക്ക് പോകുന്നത് പ്രൊവിഷൻ പാർട്ടിലേക്കായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് പ്രൊവിഷന് വേണ്ടിയിട്ട് അവർ അലൊക്കേറ്റ് ചെയ്യുന്ന ഒരു 2 അല്ലെങ്കിൽ 2.5 മാർക്സ് കംപ്ലീറ്റ് ആയിട്ട് വീഴുന്നുണ്ടാവുക. നമുക്കിവിടെ 2 മാർക്സ് കൊടുക്കാം. ആൻഡ് അനാലിസിസിനും കൺക്ലൂഷനും കൂട്ടത്തിൽ രണ്ടിനും കൂടെ ഒരു 2 മാർക്സ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് മേർജ് ചെയ്ത് എഴുതാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഷോർട്ട് ചെയ്യാം. ടൈമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ ഒറ്റൊരു പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്ത്, ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ എലാബറേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനാലിസിസ് ആൻഡ് കൺക്ലൂഷൻ രണ്ടിനും കൂട്ടത്തിലും വരുന്നത് 2 മാർക്സ് എന്ന രീതിയിലായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഈ അനാലിസിസിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് കൺക്ലൂഷനിലേക്ക് പോയെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വീഴുന്നത് 1 മാർക്സ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രൊവിഷനിലെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാവയലൻസ് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ മെമ്മോറാണ്ടം എന്താണെന്നുള്ളത്, മെമ്മോറാണ്ടത്തിന്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. അൾട്രാവയലൻസ് ആണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അൾട്രാവയലൻസ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അൾട്രാവയലൻസ് ആണ് ട്രാൻസാക്ഷൻ എങ്കിൽ എന്താണ് എഫക്റ്റ്, അതിന്റെ ഇമ്പാക്ട് നമ്മൾ മെൻഷൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഫുൾ സ്കോർ പ്രൊവിഷൻ പാർട്ടിലേക്ക് വരേണ്ട ഫുൾ സ്കോർ അവിടെ വീഴുന്നുണ്ടാവാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്നത് പോലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക, നിങ്ങൾ തന്നെ എന്ത് ചെയ്ത് നോക്കുക, ആൻസർ ഫ്രെയിം ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ ഇതൊരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ, അല്ല ഇതൊരു 7 മാർക്സിനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളൊരു രീതിയും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഡെയിലി എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് പോകും. അതിനൊപ്പം ചെറിയതായിട്ട് ഒന്ന് റിവിഷൻ കൂടെ ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് ഈ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ മെയിൻ എക്സാം എന്ന് പറയുന്നത്